ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. വൈഗ കൊലക്കേസിൽ പ്രതി സനു മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. വിവിധ വകുപ്പുകളിലായി 28 കൊല്ലം തടവും അനുഭവിക്കണം. ആകെ 1,75,000 രൂപ പിഴയൊടുക്കണം എന്നും കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. സനു മോഹന് ജീവപര്യന്തം. മകളെ കൊന്ന കേസിലാണ് പിതാവിന് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. 10 വർഷം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതി പരിഗണിച്ചിരുന്നു. വിധി ഉച്ചയ്ക്ക് ശേഷം വരുമെന്നും അറിയിച്ചിരുന്നു. അതനുസരിച്ച് പ്രതി സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മകളെ 13 വയസ്സുള്ള വൈഗയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ പിതാവ് സനു മോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലക്കുറ്റം ഉൾപ്പെടെ സനു മോഹനെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്നും എറണാകുളത്തെ പ്രത്യേക കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിക്കുള്ള ശിക്ഷ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. എറണാകുളം പ്രത്യേക കോടതിയുടേതാണ് ഈ വിധി വന്നിരിക്കുന്നത്. അന്വേഷണം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു കേസാണ് ഇത്. മകളെ കൊലപ്പെടുത്തുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത പ്രതി സനു മോഹനെ പിന്നീട് കണ്ടെത്തുകയും തൻ്റെ കടബാധ്യതയും മറ്റു പ്രശ്നങ്ങളും കാരണമാണ് മകളെ കൊല്ലുകയും തുടർന്ന് ഒളിവിൽ പോയത് എന്നും സനു മോഹൻ പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കുറ്റങ്ങളെല്ലാം പ്രതിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമെല്ലാം വകുപ്പുകൾ നിലനിൽക്കുമെന്നും കണ്ടെത്തിയിരിക്കുന്നു കോടതി. ജീവപര്യന്തം തടവാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത്. കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മകളെ ഫ്ളാറ്റിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് മദ്യം നൽകി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയും തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതി സനു മോഹന് വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരമുള്ള ശിക്ഷ ജീവപര്യന്തം തടവും പിഴയും സനു മോഹന് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. കൊലപാതക കുറ്റം ചുമത്തിയിരുന്നു. കൊലപാതക കുറ്റം തെളിയിക്കാനും പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപൂർവമായി കണ്ട് വധശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കി തൊട്ടടുത്ത ശിക്ഷ ജീവപര്യന്തമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷ നിയമം 328 ചുമത്തിയിരുന്നു. അതായത് കുറ്റകൃത്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നൽകി മുറിവേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ്. IPC 201 തെളിവ് നശിപ്പിച്ചതിന്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 അതായത് സുരക്ഷ നൽകേണ്ട കരങ്ങൾ തന്നെ കുറ്റവാളികളായി മാറുമ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ആ കുട്ടികൾക്കെതിരായി കുറ്റകൃത്യം ചെയ്യുമ്പോൾ ചുമത്തുന്ന വകുപ്പാണ് JJ ആക്ട് 75. JJ ആക്ട് 77 മയക്കുമരുന്ന് എന്നിവ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ്. ആ വകുപ്പുകളെല്ലാം 28 കൊല്ലം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പിഴത്തുക എല്ലാത്തിനും കൂടി 1,75,000 രൂപ ഒടുക്കണം എന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വധശിക്ഷ ഒഴിവാക്കിയിട്ടും പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരം ലൈഫ് ഇംപ്രിസൺമെന്റ് 1 ലക്ഷം ഫൈനും ആണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും 201-ന് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും 328 IPCക്ക് അതായത് മദ്യം നൽകി കുറ്റകൃത്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മദ്യം നൽകുക, വിഷം നൽകുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ്. അത് IPC 328. അതിന് 10 വർഷം കഠിന തടവും 25,000 രൂപ ഫൈനും ചുമത്തിയിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് JJ ആക്ട് 77 പ്രകാരം 3 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 അതായത് കുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ കുട്ടിക്കെതിരായ കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ആണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയുണ്ട്. ഒപ്പം വിവിധ വകുപ്പുകളിലായി 28 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പിഴയെല്ലാം ചേർത്താൽ 1,75,000 രൂപ വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 7,70,000 രൂപ വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും ഈ
കോടതി ഈ കേസ് പ്രോസിക്യൂഷന്റെ വാദങ്ങളും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളും അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം. ഇന്ന് രാവിലെയാണ് ഈ കേസിൽ പ്രതി സനു മോഹൻ കുറ്റക്കാരനാണെന്ന് എറണാകുളത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി വിധിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ പ്രഖ്യാപനത്തിന് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദം നടന്നു. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആവശ്യപ്പെട്ടത് ഈ പ്രതിക്കെതിരെ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അത് വധശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. സ്വന്തം കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തുകയാണ് പ്രതി ചെയ്തത്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് ശിക്ഷ വിധിക്കണം, പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പക്ഷെ പ്രതിഭാഗത്തിന്റെ വാദത്തിലേക്ക് വന്നപ്പോൾ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് തനിക്ക് 70 വയസ്സുള്ള അമ്മയാണ്, മറ്റാരുമില്ല നോക്കാൻ, അമ്മയെ നോക്കണം, അതുകൊണ്ട് ശിക്ഷ ഇളവ് നൽകണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല അമ്മയെ കാണാൻ അനുവദിക്കണം എന്ന് സനു മോഹൻ ആവശ്യപ്പെട്ടു. ഏതായാലും കോടതി അക്കാര്യങ്ങൾ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഈ കേസിൽ നൽകാവുന്ന ശിക്ഷ പ്രതിക്ക് നൽകിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് കണ്ട് വധശിക്ഷ വിധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കുറ്റകൃത്യങ്ങൾക്കെല്ലാം നൽകാവുന്ന പരമാവധി ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ഈ പ്രോസിക്യൂഷനും പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. പ്രതിയെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു, കൃത്യമായി കുറ്റപത്രം തയ്യാറാക്കാൻ കഴിഞ്ഞു, പരമാവധി സാക്ഷികളെ കോടതി മുറിക്കുള്ളിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു, രേഖകളും തൊണ്ടിമുതലുകളും തെളിവുകളായി കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിന്റെയൊക്കെ പ്രതിഫലനം എന്നോണമാണ് കോടതി കൃത്യമായി ഒരു വിധി രാവിലെ പ്രഖ്യാപിച്ചത്. സനു മോഹൻ കുറ്റക്കാരനാണ് എന്നുള്ളത്. തുടർന്ന് ശിക്ഷയിന്മേലുള്ള ചെറിയ തോതിൽ നേരിയൊരു വാദം നടന്നു. ഉച്ചയ്ക്ക് ശേഷം അല്പം മുമ്പ് 2:35 കോടതി ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ പ്രകാരം വിവിധ വകുപ്പുകളിലായി 28 കൊല്ലം തടവ്, ഒപ്പം ജീവപര്യന്തം കഠിന തടവും ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ആകെ 1,70,000 രൂപ പിഴ ഒടുക്കണം എന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ശരി സാലി, തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം അഭിഭാഷകനായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഏറെ ശ്രദ്ധ നേടിയ വൈഗ കൊലക്കേസ്. പിതാവിന് സനു മോഹനായ എന്ന് പറയുന്ന പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഹലോ, ശ്രീ സന്തോഷ് കുമാർ, കേൾക്കാമോ? കേൾക്കാം. ഏറെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. മകളെ പിതാവ് കൊലപ്പെടുത്തുന്നു, അതിലിപ്പോൾ കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷാവിധി പ്രത്യേക കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, എറണാകുളം സ്പെഷ്യൽ പോക്സോ കോടതിയുടെ സനു മോഹൻ കുറ്റക്കാരനെന്ന് കണ്ട ആ വിധി വാസ്തവത്തിൽ ജീവപര്യന്തത്തിന് നിർത്താൻ പറ്റുന്നതല്ലായിരുന്നു. അറസ്റ്റ് ഓഫ് റെയർ എന്നുള്ള ഒരു കാര്യത്തിന് വരാത്തത് കൊണ്ട് മാത്രമാണ് ജീവപര്യന്തവും. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ, ആരോപണം എന്ന് പറഞ്ഞ കിഡ്നാപ്പിംഗ് ഉണ്ടായിരുന്നു, ഡീറ്റെയിനിങ് ഉണ്ടായിരുന്നു, ഡ്രഗിംഗ് ആൻഡ് ചാർജസ് അണ്ടർ JJ ആക്ട് ഉണ്ടായിരുന്നു. വളരെയധികം സെൻസേഷനലൈസ് ചെയ്തൊരു കേസ് മാത്രമല്ല. സ്വന്തം മകളെ കൊലപാതകം ചെയ്തിട്ട് മരിച്ചു എന്നുള്ള ധാരണയിൽ കൊണ്ടുവന്ന് പുഴയിൽ ഇറങ്ങിയതിനു ശേഷമാണ് മരണം സംഭവിച്ചു എന്നുള്ളതാണ്. 236 പേജ് ചാർജ് ഷീറ്റ്, 236 പേജടങ്ങുന്ന ചാർജ് ഷീറ്റ് കൊടുത്തത് ജൂലൈ മാസം 9, 2021 കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ആ കേസിനെ തീരുമാനമെടുക്കുകയും ഇത്രയധികം നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്തത് തീർച്ചയായും പ്രോസിക്യൂഷന്റെ വാങ്ങി വിജയമായി നമുക്ക് കാണണം. ഇത് മാത്രമല്ല, ഇത് കൊല്ലാൻ വേണ്ടി നടത്തിയൊരു പ്ലാന്, ഈ പ്രതി നടത്തിയൊരു പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഫ്ലിംസി ആയിട്ടുള്ള, വളരെ മോശമായ എന്താ പറഞ്ഞ ഒരു കാരണവുമില്ലാതെ കൊലപാതകം. തന്റെ ഈ കടക്കാരിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് മകളെ കൊന്നു എന്ന് പറയുന്നത് പോലും എത്ര നീചമായിരുന്നു, എത്ര ക്രൂരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇത് ഡൗൺ ചെയ്ത്, അതായത് ഈ മുങ്ങിത്താന്ന് മരിക്കുന്ന ദിവസം ആ മുട്ടാർ റിവർ, കൊച്ചിയിലുള്ള മുട്ടാർ റിവറിലെ മുട്ടാർ നദിയിൽ മരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു പീഡനം എന്ന് പറയുന്നത് മരണത്തിനേക്കാളും അതിഭീകരമാണ്. അതിൽ കൊലപാതകത്തിന് കഴിച്ചിനേക്കൊക്കെ ഭീകരമായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധാകേന്ദ്രമായ ഒരു കേസ് തന്നെയല്ല. ഇത് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു റെയറസ്റ്റ് ഓഫ് റെയർ കേസിന്റെ പർവ്യൂവിലേക്ക് വന്ന് ഒരു വധശിക്ഷയ്ക്ക് വരെ വിധിക്കാൻ പറ്റുന്നതായിരുന്നു ഈ മോഡസ് ഓപ്പറാൻഡി, ആ കേസിന്റെ മോഡസ് ഓപ്പറാൻഡി. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം റെയറസ്റ്റ് ഓഫ് റെയർ കാണുന്നതിന് പല പരിമിതികളുമുണ്ട്, പ്രത്യേകിച്ച് ഡെത്ത് സെന്റൻസിന്റെ പല പരിമിതികളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് കിഡ്നാപ്പിംഗ് എന്ന് മാത്രമല്ല, ഡ്രഗ് കൊടുത്ത്, അതായത് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തി കൊഴുത്തിൽ നിരിച്ചു കൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം നദിയിൽ ഉപേക്ഷിച്ചു, ഇല്ലെങ്കിൽ നദിയിൽ തള്ളി എന്നുള്ള രീതിയിലാവുമ്പോൾ
സ്വാഭാവികമായി ഒരു വേറൊറ്റ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കോടതി സിറ്റുവേഷൻസ് ഉണ്ട്. എന്തായിരുന്നാലും ഒരു പാഠമാണ് ഇങ്ങനെയുള്ള ഒരു കേസിന് ഇത്രയും ഭംഗിയായി പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ സംശയത്തിന് അതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്രീ സന്തോഷ് കുമാർ, ഇതിനെ അപൂർവമായ ഒരു കേസായി കാണാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഈ അപൂർവത്തിന് ആദ്യം പറഞ്ഞ കോടതിക്ക് അപൂർവം എന്ന് പറയുന്ന കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും റേറസ്റ്റ് ഓഫ് റേയറിന്റെ ഡെഫിനിഷൻ വളരെയധികം കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള ആരോപണങ്ങൾ ഇതിനകത്തുള്ള അക്യൂസിഷൻ എന്ന് പറയുന്നത് കിഡ്നാപ്പിങ്ങും ഈ മയക്കുമരുന്ന് കൊടുത്ത് അത് ശരിക്കും പറഞ്ഞാൽ റേറസ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ കോടതിയുടെ ഫൈറ്റിംഗ് റേറസ്റ്റ് ആവാത്തതിന് പല സുപ്രീം കോടതി ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് റേറസ്റ്റ് കാണാതിരുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവം എന്ന് കാണാൻ കഴിയാത്തത് ഒരു തെറ്റായി നമുക്ക് കഴിയില്ല. കാരണം വളരെ ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസും സുപ്രീം കോടതി പാസാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. എന്നാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് വളരെ മോശമായെന്നോ വളരെ ഏറ്റവും നല്ല ശിക്ഷയാണ് കൊടുത്തിരിക്കുന്ന ജീവപര്യത്തിന് പുറമെ മറ്റെല്ലാ വകുപ്പുകളുടെയും കുറ്റം തെളിയിക്കുകയും എല്ലാ വകുപ്പും പ്രത്യേകം തന്നെ അതിന്റെ കുറ്റം ശിക്ഷ വിധിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഏകദേശം നല്ല ഒരു വിധിയാണെന്നും അതൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇൻവെസ്റ്റിഗേഷൻ ശാസ്ത്രീയത ഉപയോഗിച്ച് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ ഭംഗിയായി നടത്തി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിനുള്ള ക്രെഡിറ്റ് അവകാശപ്പെടാം. അതിലുപരി ഈ കേസ് സാധാരണ ഞാൻ പ്രോസിക്യൂട്ടറായതുകൊണ്ട് പറയാം, ഒരു കേസ് ഇങ്ങനെയുള്ളൊരു കേസ് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ധാരാളം സംശയത്തിന് ആനുകൂല്യം വരാവുന്ന ഒരു കേസാണിത്. പക്ഷെ സംശയത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ സംശയത്തിന് അതീതമായിട്ട് ഇങ്ങനെ ഒരു വിധി സമ്പാദിക്കുക അല്ലെങ്കിൽ വിധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100% പ്രോസിക്യൂഷൻ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത്ര നന്നായിട്ടാണ് കേസ് നടത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2021 കുറ്റപത്രം കൊടുത്തിട്ട് 2023 ഇത്തരം നല്ലൊരു വിധി കിട്ടുക എന്ന് പറയുന്നതിന് രണ്ട് വിഭാഗത്തിലെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, രണ്ട് പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തൊരു കേസാണെന്ന് നിസ്സംശയം എനിക്ക് പറയാം. നന്ദി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിലും. കൊച്ചിയിൽ 13 വയസ്സുകാരി വൈകിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പിതാവ് സനൂന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. പ്രത്യേക കോടതിയുടേതാണ് ഈ വിധി. അല്പസമയം മുൻപാണ് വിധി വന്നത്. വിവിധ വകുപ്പുകളിലെ 28 കൊല്ലം തടവും അനുഭവിക്കണം. ആകെ 1,70,70,000 രൂപ പിഴ ഒടുക്കാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി.